ഉസ്താദെ, എനിക്ക് സിഹർ ചെയ്തത് എൻ്റെ അമ്മായിമ്മയാണ്. എനിക്ക് സിഹർ ചെയ്തത് എൻ്റെ നാത്തൂനാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠത്തെയും അവരൊക്കെയാണ് എനിക്ക് സിഹർ ചെയ്തത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നോട് ഒരാൾ ഇന്നാളിന്നാളത് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കത് ബോധ്യപ്പെടും ചെയ്തിട്ടുണ്ട്. ഞാനത് പലപ്പോഴും സ്വപ്നത്തിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും ഇവിടെ നേരിട്ട് വരാറുണ്ട്. പല സന്ദർഭങ്ങളിലും അത്തരം ആളുകളുടെ ആ സംസാരത്തിന് നമ്മൾ ഒരു വില പോലും കൽപ്പിക്കാറില്ല കേട്ടോ. ഈ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ ഒരുപാട് കാണാം മെസ്സേജ്. ഉസ്താദേ, എനിക്ക് സിഹർ ചെയ്തത് അവളാണ്, എങ്ങനെ അവളെ നശിപ്പിക്കുക, അവളെ നശിപ്പിക്കുക, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഈ സംസാരങ്ങളുണ്ടല്ലോ, വല്ലാത്തൊരു സംസാരം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, സിഹർ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് നിങ്ങൾ ഈ പോയിന്റ് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വെച്ചാണ് പറയുന്നത്. നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ഇതിന് മുകളിൽ ഒന്നുമില്ല. ഒരു തങ്ങൾ പറയുന്നതുമില്ല, ഒരു ഉസ്താദ് പറയുന്നതുമില്ല. കാരണം ഇത് ഞാൻ പറയല്ല, വിശുദ്ധ ഖുർആൻ പറയാണ്. നിങ്ങൾക്കിത് ബോധ്യപ്പെട്ടാൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ബോധ്യപ്പെടാൻ പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം അത്രമേൽ നിങ്ങൾ ഇതിൽ അകപ്പെട്ടു പോയി. നിങ്ങൾ തകരാൻ കാരണം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ സിഹർ എന്ന പ്രവർത്തനം ഇല്ല എന്നല്ല പറയുന്നത്. അതിനേക്കാളും ഉപരി ഇന്നാലിന്ന ആൾ നിങ്ങൾക്കത് ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞത് മുതൽ നിങ്ങളുടെ മനസ്സിനുണ്ടായ വിഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തകരാൻ കാരണം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് ബോധ്യപ്പെടുത്തി തരാൻ പോവാണ്. പല ആളുകൾ ഇവിടെ വരുമ്പോൾ അത് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത്. ഉസ്താദ്, എനിക്ക് ചെയ്തത് ഇന്നാലിന്ന ആളാണ്, എനിക്കതറിയാം. ഇന്നാലിന്ന ഉസ്താദ് എന്നോടത് പറഞ്ഞു, ഇന്നാലിന്ന തങ്ങളത് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഇവിടെ വന്ന പല ആളുകൾക്ക് അറിയാം, ഒരൊറ്റ ആളോട് നമ്മൾ ഇന്ന് വരെ ഇന്നാലിന്ന ആൾ സിഹർ ചെയ്തു എന്നോ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എത്ര കുടുംബം തെറ്റിയിട്ടുണ്ടെന്നറിയോ? എത്ര ആളുകളുടെ കുടുംബം തകർന്നു പോയിട്ടുണ്ടെന്നറിയോ? ശിഥിലമായിട്ടുണ്ടെന്നറിയോ? വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നുണ്ടെന്നറിയോ? ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും തിരിച്ചങ്ങോട്ട് പ്രതികരിക്കാത്ത ആളുകളുണ്ടെന്നറിയോ? ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് അവരാണ് ചെയ്തതെന്ന് പറഞ്ഞതിൻ്റെ പേരിലെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹർ എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നല്ല പറയുന്നത്. അത് ഇന്നാലിന്ന ആളാണ് ചെയ്തതെന്ന് ഒരു അടിസ്ഥാനവുമില്ലാതെ പറഞ്ഞ് കുടുംബം തെറ്റിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് പറയാനുള്ളത്, അത്തരം വിഷയങ്ങളിൽ അത്തരം ആളുകളുടെ അടുക്കൽ നിങ്ങൾ ചെന്നു പോയിട്ട് വീണു കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത്. നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഹ്റുഫിലെ 36-ാമത്തെ ആയത്ത്, 37-ാമത്തെ ആയത്ത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയാൻ. ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയേ തീരൂ. നിങ്ങളിത് ബോധ്യപ്പെടുത്തി, നിങ്ങളുടെ ഹൃദയത്തിനോട് നിങ്ങളിത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനം ഫഹുവ ലഹു ഖരീൻ. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനം ഫഹുവ ലഹു ഖരീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ ഒരു ആയത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർന്നു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ. നിങ്ങൾ നോക്കൂ, വമൻ യഅ്ശു, ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അതിന് തഫ്സീറിൽ മഹാന്മാർ അതിൻ്റെ തഫ്സീർ കൊടുത്തതായിട്ട് കാണാം. വമൻ യഅ്ശു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അൻ ദിക്രി റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ സ്മരണയെയും വിട്ട്, ദിക്റും വിട്ട്, ഓർമ്മയും വിട്ട്, അള്ളാനെക്കുറിച്ച് ഓർക്കേണ്ടതിനെ, നിസ്കരിക്കേണ്ടതിനെ, ദിക്റ് ചൊല്ലുന്നതിനെ, സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനെയും വിട്ട് ഒരാൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, നുഖയ്യിദ് ലഹു ഷൈത്വാന. നുഖയ്യിദ് ലഹു ഷൈത്വാന എന്ന് പറഞ്ഞാൽ അവന് നാം ഏർപ്പെടുത്തി കൊടുക്കും, നിയമിച്ചു കൊടുക്കും, നിയോഗിച്ചു കൊടുക്കും. ഷൈത്വാനൻ, ഒരു പിശാചിനെ, ഒരു ഷൈത്വാനിനെ ഏർപ്പെടുത്തി കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ. ആ ഒരു ഷൈത്വാനുണ്ടല്ലോ, ഏർപ്പെടുത്തി കൊടുക്കുന്ന ഷൈത്വാന്, അത് അവന് ഖരീനായിരിക്കും, കൂട്ടാളിയായിരിക്കും, കൂട്ടുകാരനായിരിക്കും, അവൻ്റെ ഇണയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളത്.
നോക്കൂ, വമയ്യാഷു അൻ ദിക്രി റഹ്മാൻ, അള്ളാൻ്റെ, അവിടെ അള്ളാഹ്ന്നു അല്ലട്ടോ പറഞ്ഞത്, റഹ്മാൻ എന്നാ പറഞ്ഞത്. നിനക്ക് ഇത്രയൊക്കെ ഗുണങ്ങളും നന്മകളും പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു നൽകി, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള റബ്ബ് നിനക്ക് കേൾക്കാനുള്ള കേൾവി ശക്തി, കാണാനുള്ള കാഴ്ചശക്തി, എല്ലാ കഴിവും അള്ളാഹു നൽകി, നിന്നെ അലട്ടലില്ലാതെ ജീവിപ്പിച്ചു. നിനക്ക് നല്ല ഒരുപാട് അവസരങ്ങൾ റബ്ബ് നൽകി, നല്ലൊരു വീട് നൽകി, നല്ലൊരു കുടുംബം നൽകി, നല്ലൊരു മക്കളെ നൽകി. മറ്റുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ പലർക്കും വലിയ രോഗങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനത്തെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും നിനക്കില്ല. അള്ളാഹു നിനക്ക് ഇതൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ആ റഹ്മാൻ ഉണ്ടല്ലോ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ റബ്ബ്. അങ്ങനെയൊക്കെ നിനക്ക് അനുഗ്രഹം നൽകിയ ഈ റബ്ബിൻ്റെ സ്മരണയും തൊട്ട് നീ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, നീയുമായി ബന്ധപ്പെട്ട ഒരു ഷെയ്ത്വാനിനെ നിനക്ക് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്കതല്ലേ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു കളയാതെ ദിക്റുകളിലായിട്ട്, തസ്ബീഹുകളിലായിട്ട്, വിശുദ്ധ ഖുർആൻ പാരായണത്തിലായിട്ട് അള്ളാഹുവിൻ്റെ സ്മരണയുമായി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇത്തരം പൈശാചികത ഉണ്ടാകൂല എന്നുള്ളതാണ്. ഈ സിഹറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഈ മന്ത്രവാദികളായ ആളുകൾ, ദുർമന്ത്രവാദികളായ ആളുകൾ, മാരണപ്രവർത്തനം ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്ന, ആഭിചാരക്രിയ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, ഇവര് അവരുടെ പ്രധാന സഹായികൾ യഥാർത്ഥത്തിൽ ജിന്നു പിശാചുക്കളാണ്, ഷെയ്ത്വാനാണ്. ഇത്തരം എന്താ ക്ഷുദ്രശക്തികളാണ് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇത്തരം പിശാചുക്കൾ അവരുടെ രക്തത്തിലും മജ്ജയിലൊക്കെ പ്രവേശിക്കുകയും എന്താണോ ഇത്തരം സിഹറിൻ്റെയും മാരണത്തിൻ്റെയൊക്കെ പ്രവർത്തകർ ചെയ്യുന്നത്, ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ മന്ത്രത്തിനനുസരിച്ചിട്ട്, ഈ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അപജയങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ നിനക്ക് ആര് ചെയ്തോട്ടെ, നീ പറഞ്ഞല്ലോ നിൻ്റെ അമ്മായിമ്മ ചെയ്തതാണ്, നാത്തൂൻ ചെയ്തതാണെന്ന്, ഇതൊന്നും ഒരാൾക്കും അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റിയെങ്കിൽ തന്നെ നീ എന്തിനാ അതിന് പേടിക്കുന്നതെന്ന്, നിങ്ങൾ എന്തിനാ അതിന് പേടിക്കുന്നത്? അള്ളല്ലേ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അള്ളാൻ്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരണ്ണുമണിത്തൂക്കം പേടിക്കേണ്ടതില്ല, നീ ധൈര്യമായിട്ടിരുന്നോ, ഒരാൾക്കും നിന്നെ തകർക്കാൻ കഴിയൂലെന്ന്. നീ ചൊല്ലിക്കോ, ധാരാളമായിട്ട് ദിക്റുകൾ ചൊല്ലിക്കോ. ഏതൊക്കെ സൂറത്തുകൾ ഓതേണ്ടതെന്ന് പറയുന്നുണ്ട്, സൂറത്തുകൾ ഓതിക്കോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്ന് പറഞ്ഞ 2 ചെറിയ സൂക്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഹർ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ബാത്തിലായത്. ഞാൻ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് 1.5 ലക്ഷം 2.5 ലക്ഷം ഒക്കെ കൊടുത്ത് സിഹർ ബാത്തിലാക്കുന്നവരില്ലേ, അവർ കേൾക്കാൻ വേണ്ടി പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. നമ്മൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാവുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കെന്താ സംഭവിച്ചത്? ഈ ആയത്ത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചേക്കൂ. വമയ്യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനം ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും അള്ളാൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ ദിക്റിനെ തൊട്ട്, അവിടെ അള്ളാൻ്റെ ദിക്റിനെ തൊട്ട് എന്ന് പറയാതെ റഹ്മാനായ റബ്ബിൻ്റെ ദിക്റിനെ തൊട്ട് എന്ന് പറയാൻ കാരണം എന്താ? എനിക്ക് ഇങ്ങനൊക്കെ ഗുണം ചെയ്തെന്ന റബ്ബിന് നീ ഗുണം ചെയ്യണ്ടേ, നീ തിരിച്ച് ദിക്ർ ചെയ്യണ്ടേ. ആ ദിക്ർ ചെയ്യാതെ ഈ നിനക്ക് ഇത്രയും ഗുണങ്ങൾ ചെയ്ത റബ്ബിൻ്റെ ദിക്റിനെ തൊട്ട് നീ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഷെയ്ത്താന് നിന്നെ പിഴപ്പിക്കും. അപ്പോൾ മറ്റുള്ളവർ ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിന്നിലേക്ക് എത്തും. നിനക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, തടുക്കാൻ പറ്റില്ല. അപ്പോൾ നിനക്ക് നല്ലൊരു കവചം ഉണ്ടായിരിക്കട്ടെ, നീ ആത്മീയമായിട്ട് നല്ല സ്ട്രോങ് ആവട്ടെ, സ്പിരിച്വലി നല്ല സ്ട്രോങ് ഉള്ള ആളാവട്ടെ. അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഒരൊറ്റ സംഭവം പറഞ്ഞു തരട്ടെ. നോക്കൂ, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വര്യൻ വന്നു. ആ സ്വഹാബി വര്യൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും മുസ്ലിം ആവുകയും സ്വഹാബിയാവുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നാട്ടുകാരുടെ അടുക്കലെത്തിയപ്പോൾ അവിടെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരാളെ കാണാനിടയായി. ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ആളെ കാണാനിടയായപ്പോൾ ആ ബന്ധിപ്പിക്കപ്പെട്ട ആളുടെ കുടുംബം ഇവരോട് ചോദിക്കുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളാണല്ലോ, നിങ്ങളുടെ നേതാവ് മുത്തുനബി തങ്ങളല്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, അവിടെ നിന്നല്ലേ നിങ്ങൾ വരുന്നത്? ഈ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട, ഈ ഭ്രാന്ത് പോലെ നിൽക്കുന്ന, ഈ മരണം ബാധിച്ച ഇയാളുടെ ഈ ഒരു രോഗം ഒരുപാട് സ്ഥലങ്ങളിൽ കാണിച്ചു, അത് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന്, ഇദ്ദേഹത്തിന് വല്ല ചികിത്സയുണ്ടോന്ന്.
അങ്ങനെ മഹാനവറുകൾ ആ സ്വഹാബി വര്യൻ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ 3 തവണയാണ് ഫാത്തിഹ ഓതിയതെന്ന് കാണാം. മന്ത്രിച്ചു കൊടുത്തപ്പോൾ തത്സമയം അത് സുഖപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന് പ്രതിഫലമായിട്ട് 100 ആടുകളെ ദാനം നൽകുകയും ചെയ്തു. ആ 100 ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി കാര്യങ്ങൾ അറിയിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതല്ലാത്ത വല്ലതും താങ്കൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫാത്തിഹ മാത്രമാണ് ഓതിക്കൊടുത്തത്. ആ ഫാത്തിഹ കൊണ്ടാണ് അത് ശിഫയായി കിട്ടിയത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ അത് നിങ്ങൾ എടുത്തുകൊള്ളുക, നിശ്ചയം തീർച്ചയായിട്ടും സത്യമായ ഒരു മന്ത്രത്തിൻ്റെ ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ അനുമോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ക്ഷുദ്ര പ്രവർത്തനങ്ങളും മറ്റൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് സംഭവിക്കില്ല എന്നുള്ള അള്ളാൻ്റെ ദിക്റുണ്ടായാൽ മതി, റഹ്മാൻ്റെ ദിക്റുണ്ടായാൽ മതി എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ ഈ ദിക്റിനെ തൊട്ട് വിട്ട് കളയുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇത്തരം ചില ആളുകളെ രോഗിയാക്കാൻ വേണ്ടിയിട്ട്, ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ട്, ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്, എവിടെ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അസൂയ കൊണ്ട്, എല്ലാം അസൂയയിൽ നിന്ന് വരുന്നതാണ്, എല്ലാം പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. ഈ പിശാചിനെ തകർക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ചില ആളുകളൊക്കെ പലപ്പോഴും ഒന്ന് പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് നല്ല മറവിയുണ്ട്, ഒരു അശ്രദ്ധയായിട്ടാണ് എപ്പോഴും ഉണ്ടാവുന്നത്, എല്ലാറ്റിനോടൊരു വിരക്തി എനിക്ക് തോന്നുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും അബദ്ധങ്ങൾ മാത്രം പറയുന്നു, ഒരു സ്ഥലത്തൊരു സ്ഥിരത കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ തന്നെ ആ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു, ആളുകളൊക്കെ എന്നെ അവോയ്ഡ് ചെയ്യാണ്, അവഗണിക്കുകയാണ്, എനിക്ക് ഈ ദുനിയാവിലുള്ള ജീവിതം മടുത്തുപോയി എന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട്. ശരിക്കും ഇത്തരം ക്ഷുദ്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചേക്കാട്ടോ. ചില ആളുകൾ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട്, ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മന്ത്രവാദികളെ, ദുർമന്ത്രവാദികളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലൊക്കെ അതൊക്കെ എഫക്റ്റ് ചെയ്തേക്കാം. അത്തരം എഫക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് മതി. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനം ഫഹുവ ലഹു ഖരീൻ. റഹ്മാൻ്റെ ദിക്റിനെ തൊട്ട്, അവിടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. റഹ്മാൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയൊക്കെ ഗുണം ചെയ്യുന്നവനായ റബ്ബിൻ്റെ ദിക്റിനെ തൊട്ട് നീ തിരിഞ്ഞളയുമ്പോഴേ അള്ളാഹു നിൻ്റെ കൂട്ടാളിയായിട്ടൊരു ശൈത്താനെ ഏൽപ്പിക്കും. അപ്പോൾ അതിലൂടെ നിന്നെ തകർക്കാൻ പെട്ടെന്ന് പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് നീ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയരുത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, ഹൂദ് സൂറത്ത് പാരായണം ചെയ്യുക, സോഫാത്ത് പാരായണം ചെയ്യുക, സൂറത്തുൽ ഖാഫ്, റഹ്മാൻ, മുൽക്ക്, ജിന്ന്, സൂറത്തുൽ അല, സൽസല, ഹുമസ, കാഫിറൂൻ സൂറത്ത്, ഫലഖ്, നാസ്, ഇതൊക്കെ കുറച്ച് ശബ്ദത്തിൽ തന്നെ ഓതിയിട്ട് മന്ത്രിച്ചതിൻ്റെ വെള്ളം കുടിക്കുകയും അതുകൊണ്ട് കുടയൊക്കെ ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ രോഗിക്ക്, ഈ ഇത് ബാധിച്ച ആൾക്ക് ബോധക്ഷയം ഉണ്ടായേക്കാം, അട്ടഹസിച്ചേക്കാം, ഉള്ളിലുള്ള ഒരു ശൈത്വാൻ ഉണ്ടാവും, ആ ശൈത്വാനെ സംസാരിച്ചേക്കാം, ആ സംസാരിച്ചു പോകുമ്പോൾ പലതും പറഞ്ഞേക്കാം. അതൊക്കെ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. നമ്മൾ യാസീനൊക്കെ ഇങ്ങനെ ഈ ഇത്തരം ആളുകളുടെ മുമ്പിൽ വെച്ച് ഓതുമ്പോൾ, ഇളകുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച്, പൈശാചിക ബാധയേറ്റ ആളുകളുടെ മുമ്പിൽ വെച്ച് ഓതുമ്പോൾ നമ്മളെ ശരിക്കും പിഴപ്പിക്കും. നമ്മളൊന്നിപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓതുമ്പോൾ തെറ്റൂലാലോ, സൂറത്തുൽ ഫലഖ് ഒന്ന് ഓതുമ്പോൾ. എന്നാലും ഈ പിശാച് തെറ്റിക്കും എന്നുള്ളതാണ്. അങ്ങനെ തെറ്റിച്ച് ഇതാക്കുന്ന, അതൊക്കെ നമ്മൾ ശരിക്കും അനുഭവിക്കുന്ന പല സന്ദർഭങ്ങളിലും. തെറ്റാൻ പാടില്ല ഓതുമ്പോൾ. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഓതണം. അപ്പോൾ ചിലപ്പോൾ ചില വേദനകളൊക്കെ അനുഭവപ്പെടും. ഇത് തുടരുന്നതിനിടയിൽ കുറേ കഴിയുമ്പോൾ അതങ്ങനെ അവസാനമാകുമ്പോൾ അതിങ്ങനെ ഒരു രമ്യതയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കറക്റ്റ് തിരിയും. അങ്ങനെ പല സംഗതികളെ ഇറക്കി ഒഴിവാക്കാനൊക്കെ കഴിയും. ഇൻഷാ അല്ലാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ കുറേ അനുഭവമുണ്ട്. 21 ദിവസത്തിനൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി കൊടുത്തു, ചെയ്തിട്ട് അത് മാറിയ അനുഭവം എത്രയോ ഉണ്ട്. അത് നമ്മളെ പവർ കൊണ്ടല്ല കേട്ടോ ഈ പറയുന്നത്, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അത് അവരാണ് ഓതുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലി വന്നിരുന്നു മുമ്പ്. അവർ ഭയങ്കര പ്രശ്നം, ഈ കുട്ടിയെ കൊണ്ട് ഭയങ്കര ഇളക്കവും കാര്യങ്ങളൊക്കെ ഉള്ളത്.
നമ്മൾ ഈ 21 ദിവസത്തിന് ഓതാൻ വേണ്ടിയിട്ട് ചില പ്രത്യേകമായ അമലുകൾ കൊടുക്കുകയും അവരത് കൃത്യമായിട്ട് ഓതുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ. അങ്ങനെ ഒരു 40 ദിവസം നമുക്ക് നീട്ടി വെക്കേണ്ടി വന്നു. 40 ദിവസമൊക്കെ ചെയ്തപ്പോഴേക്ക് ഒരുവിധം അവരുടെ അവസ്ഥയിൽ നിന്ന് മാറുകയും ഇവിടെ നേരിട്ട് അവരെ കൊണ്ട് വീണ്ടും നേരിട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അവർ എന്താ ഉസ്താദെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് അതിന് വേണ്ടത് പ്രത്യുപകാരമായിട്ടെന്നൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മളവരോട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനും അതേപോലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരു നോമ്പെടുക്കാനൊക്കെ പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു. ചിലത് പെട്ടെന്നങ്ങ് മാറും, ചിലത് കുറച്ച് സമയമെടുക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതിന് അർത്ഥം നിരാശരായി പോകരുത്. നമ്മൾ പ്രതീക്ഷയിലായിരിക്കണ്ടേ. ചിലരിതിങ്ങനെ കുറേ ചെയ്ത് ഇത് മാറാതിരിക്കുമ്പോൾ നിരാശരായി പോകും. അങ്ങനെ നിരാശരായി പോകാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷയിലാണ് ഇരിക്കേണ്ടത്. എല്ലാ സമയത്തും പ്രതീക്ഷയോടുകൂടെ ഹോപ്പോട് കൂടി ഇരിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തിട്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴത്ത് എഴുതി അറിയിക്കുക. ഇത്തരം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പോകുന്നവരൊക്കെ എഴുതി അറിയിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.